സമൂഹത്തിന് നമ്മുടെ തീരുമാനത്തിന് വേണ്ടി പാടത്തും പാടത്തും കഠിനാധ്വാനം ചെയ്യുന്ന കർഷകർക്ക് സമൂഹത്തിൽ മാന്യതയും അവരറിയിക്കുന്ന തരത്തിലുള്ള ആദരവും നൽകുക എന്ന ഗവൺമെന്റിന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് കർഷക ദിനം ചിങ്ങം കർഷകരെ ആദരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇന്ന് നടന്നു വരികയാണ്. ഇതിന്റെ സംസ്ഥാന തല ഉദ്ഘാടനത്തിന്റെ എറണാകുളത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കും. നമ്മുടെ പ്രത്യേക അഭിമാനകരമായ ഒരു സന്ദർഭം കൂടിയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച്. കാസർഗോഡ് ജില്ലയിൽ നിന്നും ഏറ്റവും മികച്ച വനിതാ കർഷക സംസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിനാണ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച കർഷക കൂട്ടായ്മകൾക്ക് കൃഷിക്കൂട്ടത്തിലുള്ള 2ാം സ്ഥാനം നേടിയിട്ട് നമ്മുടെ ജില്ലയിലെ നീലേശ്വരം അഗ്രോ സർവീസ് സെന്ററാണ്. അതുകൊണ്ട് നമുക്ക് കാസർഗോഡ് ജില്ലക്കാർക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള സംസ്ഥാന തലത്തിലുള്ള ആദരവ് ചടങ്ങ് കൂടി നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുദിനം വർദ്ധിച്ചു വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം, AI എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു മനുഷ്യനെ പോലെയുള്ള കൂടുതൽ ഒരേ ഒരു ആൾക്കാരെ സൃഷ്ടിക്കാൻ. അതുകൊണ്ട് തന്നെ മനുഷ്യ സമൂഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കർഷക സമൂഹവും കൃഷിക്കാരും ഈ സമൂഹത്തിൽ അവരെ ബഹുമാനിക്കുകയും അവരാധിക്കുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമുക്കറിയാം, ഈ ചിങ്ങത്തിന്റെ പ്രത്യേകത നമ്മുടെ പ്രതീക്ഷകളും കർഷകത്തിന്റെ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ തീർന്നും പുതിയൊരു പ്രതീക്ഷയുടെ ഒരു വെളിച്ചമായിട്ടാണ് നമ്മൾ ചിങ്ങം. അതോടനുബന്ധിച്ച് നമ്മുടെ കൊയ്ത്തുത്സവമായ ഓണവും നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ അറിയാം, ഇന്നത്തെ തലമുറ അറിയണം, ആ അരി ഉണ്ടാക്കുന്നതിന് ചെറിയ പണിയെടുക്കുന്ന കർഷകനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ നന്ദിച്ചുകൊണ്ട് വേണം നമ്മൾ ആഹാരം കഴിക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ അധ്വാനത്തിന് മഹത്വം മനസ്സിലാവൂ. നമ്മുടെ പുതിയ തലമുറയ്ക്ക് എല്ലാ പൈസ കൊടുത്താൽ വാങ്ങാം, കടയിൽ പോയി എല്ലാം വാങ്ങാമെന്നുള്ള ഒരു ധാരണയാണ് നമ്മുടെ കർഷകർക്കുള്ളത്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന ഈ അടുത്ത കാലത്ത് നമ്മുടെ റേഷൻ വിഹിതവും അരിയുടെയും ഒക്കെ അളവ് കുറക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഭക്ഷ്യമേഖലയിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ പറ്റുന്ന രീതിയിൽ എല്ലാ കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ 25% നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മൾ ഈ ഒരു അവസരത്തിൽ എടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുവേണ്ടിയാണ് സംസ്ഥാന കൃഷി വകുപ്പ് മുഖാന്തരം ഓണത്തിന് ഒരുക്കാൻ വിളവിന് വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കറി മേഖല നമ്മൾ ഈ വർഷം ഏകദേശം 10,000-ഓളം പച്ചക്കറി 12,000-ഓളം പച്ചക്കറി വിതരണം ചെയ്തു കഴിഞ്ഞു. അത്യുൽപാദന ശേഷിയുള്ള 150 വിത്ത് പാക്കറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. സാധാരണ വിത്ത് പാക്കറ്റ് ഏകദേശം 1,200-ഓളം വിതരണം ചെയ്യുന്ന പച്ചക്കറി തൈകളും പച്ചക്കറി വിത്തുകളും നമ്മുടെ ഉന്മേഷയിൽ വിഭവങ്ങളാക്കി മാറ്റിയാൽ മാത്രമാണ് ആ സർക്കാരിന്റെ ഉദ്ദേശം നടത്താവുകയുള്ളൂ. അതുകൂടാതെ കുമ്പള ഗ്രാമപഞ്ചായത്തിനോട് പറയുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പഞ്ചായത്തിന്റെ വീതം ഏകദേശം 75-80 ലക്ഷത്തോളം രൂപ കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നു. അതേപോലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഈ വർഷവും ഏകദേശം 70-80 ലക്ഷത്തോളം രൂപയുടെ പദ്ധതി കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. പല മേഖലകളിലും വെട്ടിക്കുറച്ചിലുകൾ വന്നപ്പോഴും നമ്മുടെ കാർഷിക മേഖലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാർഷിക മേഖലയ്ക്കും ആവശ്യപ്പെട്ട തുക നൽകുന്നതിന് വേണ്ടി നമ്മുടെ കുമ്പള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ട് മലയാളത്തിന്റെ പ്രിയങ്കരനായ MLA ശ്രീ AKM അഷ്റഫ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുമ്പള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് വേണ്ടിയും എല്ലാ കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ആദരപൂർവ്വം ശ്രീ AKM അഷ്റഫ് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. സുകേഷ് പണ്ടാരി, സബൂറ, അജിത് കുമാർ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം, കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരാധീനതകളുണ്ട്. കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് കൂലി വർധനവും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും
പലപ്പോഴും അവർ നഷ്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിടയിലും നാടിനു വേണ്ടി, നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി അവർ അഹോരാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർഷകരെ സംബന്ധിച്ചിടത്തോളം മഴ കുറഞ്ഞാലും മഴ കൂടിയാലും വിളവ് ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനിടയിലും ഗവൺമെൻറ് പല സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ കർഷകർ, ഈ കാർഷിക വിള ഇല്ലെങ്കിൽ നമ്മെ സമയം ചിന്തിച്ചു നോക്കൂ, നമ്മുടെ പ്രവൃത്തി, ഭക്ഷണത്തിനും മറ്റുമുള്ള ബുദ്ധിമുട്ടുകൾ എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇന്ന് പലരും കൃഷിയിൽ നിന്ന് വിടവാങ്ങുന്ന സമയത്ത് അതിനിടയിലും ചെറുപ്പക്കാരായ ഒരുപാട് ആളുകൾ കൃഷിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു സന്തോഷകരമാണ്. ഇന്ന് നമ്മുടെ പഴയ കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. പാലാക്ഷ ഷെട്ടി, ശ്രീമതി ദേവകി, അബ്ദുള്ള ചെമ്മാട് പറ്റും. കുമ്പള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർഷിക പദ്ധതിയിൽ ഫണ്ടുകൾ കുറവായിട്ട് പോലും കർഷകരെ ഫണ്ട് ഒട്ടും കുറക്കാതെ തന്നെ നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഈ കർഷകർ നിങ്ങളൊക്കെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ഈ കാർഷിക നിങ്ങൾ മുമ്പോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയങ്കരനായ ജനകനായ MLA കർഷകരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ചെയ്യുക കർഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, കർഷകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ എല്ലാ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ ചിങ്ങമെന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. ഞാനിന്ന് 10 മണിക്ക് കുട്ടിക പഞ്ചായത്തിന്റെ ചിങ്ങമെന്ന പരിപാടിയിൽ പങ്കെടുത്ത കർഷകരെ ആദരിച്ചിട്ടാണ് കുമ്പള പഞ്ചായത്തിന്റെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നത്. ഒരു 10-15 വർഷം മുമ്പൊക്കെ ചിങ്ങം വന്നിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും ഓർമ്മയുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കർഷകരുടെ ആത്മഹത്യ, കർഷകരെടുത്ത വായ്പ തിരിച്ചെടുക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത കഥ, വിളകളിൽ വരുന്ന നഷ്ടം, കാർഷിക മേഖലയുടെ അപരാധിയും വേവലാതിയും മാത്രമായിരുന്നു നമ്മുടെ ചർച്ച. ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയ കാലത്തിനനുസരിച്ച് കാർഷിക മേഖല, ഹൈടെക് കൃഷി എന്ന് പറയുന്ന പുതിയ ഒരു ലോകം തന്നെ നമ്മളൊന്ന് തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കാലത്ത് കർഷകരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നിങ്ങൾക്ക് എത്ര ലാൻഡ് ഉണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം ടെറസിന് മുകളിലും 10-15 സെന്റിനകത്ത് ഏറ്റവും മനോഹരമായി പച്ചക്കൃഷി ചെയ്ത് മികച്ച അടയാളം രേഖപ്പെടുത്തിയ ആളുകളെ നമ്മൾ കാണുന്നു. ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമാണ്. പുതിയ തലമുറയിലെ ഒരു വിദ്യാർത്ഥി കർഷകനെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിരുന്നു, ഇന്നും നടത്തുന്നു. പുതിയ ഗവൺമെന്റ് ശ്രീ PD സതീശൻ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം സ്മാർട്ട് ഐഡന്റിറ്റി കാർഡ്, കർഷകരാണ് ഇവിടെ സ്മാർട്ട് ഐഡന്റിറ്റി കാർഡ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. വളരെ സ്ലോ ആണ്. 240 പേരെ അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളൂ. അത് പുതിയ ഗവൺമെന്റ് നിങ്ങളുടെ ക്ഷേമം, നിങ്ങളുടെ കരുതൽ, നിങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടി സമർപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. ഞാൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ കണ്ടപ്പോൾ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എന്റെ മണ്ഡലത്തിൽ സംഘടിപ്പിക്കാൻ റിക്വസ്റ്റ് വെച്ചിരുന്നു. അദ്ദേഹത്തിന് വയനാടാണ് താല്പര്യം. അതിന്റെ സെക്കൻഡ് ഇനോഗ്രേഷൻ മഞ്ചേശ്വരം മണ്ഡലം സംഘടിപ്പിക്കാമെന്ന് അദ്ദേഹം ഇങ്ങനെ വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയിൽ പുതിയ ക്യാമ്പസുകളിലെ പുതിയ വിദ്യാർത്ഥികൾ, നമുക്കൊക്കെ അറിയാം, ഞാനൊരു MLA ആണ്, ഓഫീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. സാർ, എൻ്റെ ഫാർമസി കോഴ്സ് കഴിഞ്ഞു, MLT കഴിഞ്ഞു, എനിക്കൊരു ജോലിയില്ലാതെ ആരുടെ കീഴിലും ജോലി ചെയ്യാതെ സ്വയം പര്യാപ്തതയോടുകൂടി കഠിനാധ്വാനം നടത്തിയാൽ ഏറ്റവും നല്ല വരുമാനം കണ്ടെത്താൻ കഴിയുന്ന പുതിയ കാലത്തിൽ ഏറ്റവും നല്ല മേഖല എന്ന് ചോദിച്ചാൽ അത് കാർഷിക മേഖല.
ഓടിപ്പിടിച്ച് പറയാൻ കഴിയും. കോവിഡ് കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മളെല്ലാം മറന്നുപോയി. മാസ്ക് ധരിച്ചില്ലെങ്കിൽ പോലീസുകാരൻ ഫൈൻ ഇടുന്ന ഒരു കാലം. സാനിറ്റൈസർ ഒരു മനുഷ്യന് തൊട്ട കൈ കഴുകേണ്ട കാലം. ഞാനൊക്കെ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ 2021 വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ആളുകൾക്ക് കൈ കൊടുക്കാൻ കഴിയുന്നില്ല. മാസ്ക് നിർബന്ധമായ ഒരു കാലത്തായിരുന്നു. സഭയിലേക്കൊക്കെ എത്തിയപ്പോൾ സംശയങ്ങൾ പറയുന്ന സ്പീക്കർ പ്രസംഗിക്കുമ്പോൾ പറയും, MLA മാസ്ക് ധരിച്ചിട്ടില്ല, മാസ്ക് ധരിച്ച് പ്രസംഗിക്കണം. നമ്മൾ ആ കോവിഡ് കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ 24 മണിക്കൂറും റെയിൽവേ ട്രാക്കിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തു. ആകാശത്ത് പാറി പറക്കുന്ന വിമാനം നിർത്തലാക്കി. ലോകം ലോക്ക്ഡൌൺ ആയി. പുതിയ കാലത്തിന്റെ ഒരു വിദ്യാർത്ഥി ചോദിക്കുന്നു, ലോകം ലോക്ക്ഡൌൺ ആയപ്പോൾ ലോക്ക്ഡൌൺ ആവാത്ത ഒരേ ഒരു മേഖല ഏതെന്ന് ചോദിച്ചാൽ അത് കൃഷി മേഖല മാത്രമായിരുന്നു എന്ന്. കാരണം വിമാനം നിർത്തലാക്കിയതുപോലെ, ട്രെയിൻ നിർത്തലാക്കിയതുപോലെ കാർഷിക മേഖല എങ്ങാനും നിശ്ചലമായിരുന്നുവെങ്കിൽ കോവിഡ് കൊണ്ടുള്ള മനുഷ്യർ ഭക്ഷണമില്ലാതെ, അന്നമില്ലാതെ മനുഷ്യരുടെ ഊന്നൽ നൽകിയ ഒരാളാണ്. ഇന്നിപ്പോ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സതീശന്റെ ഗവൺമെന്റ് വന്നപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പറാണ്. അതൊരു പുതിയ ഉത്തരവാദിത്തം. എന്റെ മണ്ഡലത്തിലെ കാർഷിക മേഖലയുടെ പ്രയാണത്തിൽ ഗുണകരമായി ഇടപെടൽ നടത്തുമെന്നുള്ളത് പാലാക്ഷപ്പെട്ടി, വിദൂർ, ശ്രീമതി ദേവകി ആലിക്കാട്, അബ്ദുല്ല ഇസ്ലംപാടി, സുബൈറായി, അതോടൊപ്പം അബൂബക്കർ മഹ്റാൻ, സെമിയ, പ്രിയപ്പെട്ട തക്സിയ തുടങ്ങിയവരാണ് ഇതിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നത്. പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട ഇന്ന് ആദരവുകൾ ഏറ്റുവാങ്ങിയ കർഷക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരെ, കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ, നേരത്തെ MLA ഇവിടെ സൂചിപ്പിച്ച പോലെ, ഏതൊരു സമൂഹത്തിലും കർഷകർ സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിൽ തന്നെ ഏറ്റവും അതിശക്തമായ ഒരു വിഭാഗമായി നമ്മുടെ നാട്ടിൽ നിലകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത കാലത്തായി കണ്ട വലിയ കർഷക സമരങ്ങളും പോരാട്ടങ്ങളുമൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വലിയ വിജയം കണ്ട ഒരു സാഹചര്യമൊക്കെ നമുക്കിടയിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കരിമ്പാറകളൊക്കെ പോലും കനകം വിളയുന്ന കൃഷിപാടങ്ങളാക്കി മാറ്റിയ കർഷക സംഘങ്ങളും തൊഴിലാളികളുമൊക്കെ ഈ നാടിൻ്റെ നട്ടെല്ലായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ചിങ്ങവും ഓണവും അതുപോലെ തന്നെ മിഥുനവും മേടവും ഇതിനിടയിലൂടെ കടന്നു വരുമ്പോൾ കർഷകർ, വർത്തമാന കർഷകർ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളിലൂടെ നിരവധി കൃഷികളും മറ്റും നഷ്ടപ്പെട്ടു പോകുമ്പോഴും അതിനെ പിടിച്ചു നിർത്താൻ നട്ടെല്ലുള്ള ആർജവത്തോടു കൂടിയുള്ള കർഷകർ നമ്മുടെ നാടിനെന്നും ആ ഒരു താങ്ങായി നിൽക്കുന്നു എന്നുള്ളത് നമുക്കേറെ സന്തോഷകരമാണ്. ഈ പ്രകൃതി ക്ഷോഭങ്ങൾ, അതോടൊപ്പം തന്നെ കാലം മാറി പെയ്യുന്ന മഴകളൊക്കെ കർഷകർക്ക് വല്ലാണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അതൊന്നും നോക്കാതെ അവർ ഏത് മേഖലകളിൽ ആയാലും അവരുടെ, അത് പച്ചക്കറി കൃഷിയാവട്ടെ, നെൽകൃഷിയാവട്ടെ, കവുങ്ങ് കൃഷിയാകട്ടെ, തെങ്ങ് കൃഷിയാവട്ടെ, എല്ലാ മേഖലകളും അവരുടെ പേരുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് അവർ നമ്മുടെ നാടിൻ്റെ സമ്പത്തായി കടന്നു വരുന്നു എന്നുള്ളത് വർത്തമാനകാലത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നമുക്കറിയാം, എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ ഡിസംബർ 23 കർഷക ദിനമായി ആചരിക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രിയുടെ പേരിലാണ് ആ കർഷക ദിനമാണ്. പക്ഷേ ചിങ്ങം വന്ന് കേരളത്തിൽ മലയാളികൾ എല്ലാ മേഖലകളിലും സമ്പന്നമായ ഓണം ഒരു ഭാഗത്ത് കടന്നു വരുമ്പോൾ ഈ കൃഷി നമ്മൾ ചെയ്തുണ്ടാക്കിയ, അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷികൾ, ആ കൃഷിയിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഒരു നല്ല രീതിയിലുള്ള കൃഷി ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ കൈതല പഞ്ചായത്ത് സംവിധാനങ്ങളും പൊതുജനങ്ങളും മുന്നോട്ട് കടന്നു വന്നാൽ അവിടെയൊക്കെ ഒരു പരിധി വരെയുള്ള പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അതിനൊക്കെ പ്രോത്സാഹനം നൽകാൻ നമ്മുടെ സമൂഹം മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ക്ലാസ് 10 മിനിറ്റ് ഇവിടെ എടുക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്ന് ചായ ഇപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കർഷകരെ, ചിങ്ങം 1 കേരളത്തിലെ എല്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ കേന്ദ്രങ്ങളിൽ
കൃഷി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാർഷിക ദിന പരിപാടി നടന്നു വരികയാണ്. ആ പരിപാടിയെ കുറിച്ച് വ്യത്യസ്ത മേഖലകളിലെ കർഷക പ്രാതിനിധ്യം തെളിയിച്ചവരെയൊക്കെ അനുമോദിക്കുകയാണ്. ഇവിടെ ഈ സദസ്സ് കാണുമ്പോൾ വല്ലാത്ത കുളിർമയേകുന്നത് ഒരുപാട് മുതിർന്ന ഈ പഞ്ചായത്തിനകത്തെ ഒരുപാട് വർഷക്കാലത്തെ പാരമ്പര്യമുള്ള കർഷകർക്ക് ഈ സദസ്സിൽ ഇരിക്കുകയാണ്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ കാലഘട്ടത്തിലെ ഈ സാഹചര്യങ്ങളിലെ പ്രഗത്ഭരായ കർഷകരെയും കൂടി ഇവിടെ ഈ വർഷം ആദരിച്ചു. എല്ലാ വർഷവും ഇങ്ങനെ ആദരിക്കപ്പെടുന്ന ചടങ്ങുകൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ബഹുമാന്യ MLA മുൻ പ്രാസംഗികമാരൊക്കെ പറഞ്ഞതുപോലെ കൃഷിക്ക് ഏറെ പ്രാധാന്യം നൽകുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ 2 മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന ഈ എന്താ പറയാ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുദ്രാവാക്യം. അത് രാജ്യത്തിന്റെ മുദ്രാവാക്യത്തിന് പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. അത് കാലഹരണപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരുകളൊക്കെ അതിന് വേണ്ടുന്ന പിന്തുണയും പ്രോത്സാഹനങ്ങളൊക്കെ നൽകുന്നു. ഏക്കർ കണക്കിന് കൃഷികൾ ചെയ്യുന്നവർക്ക് അവർക്ക് വലിയ ലാഭങ്ങളോ അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട തക്ക പ്രതിഫലമോ ഇല്ല. പക്ഷെ പാരമ്പര്യമായി അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് ചെയ്തു വരുന്ന ആ കൃഷി അത് തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടി പുതിയ തലമുറയിലെ ആളുകളും അതിന് മുൻപന്തി നിൽക്കുന്നു. പുതിയ ജനറേഷൻ അത് തീരെ അവഗണിച്ചു പോകുന്ന കാലത്തിലും നമ്മുടെ ചെറിയ കുട്ടി അതുപോലെ തന്നെ അവരുടെ അമ്മയും അവരുടെ കുടുംബത്തെയൊക്കെ സഹായിക്കുകയാണ് പഠനത്തോടൊപ്പം. അത് അതിനുള്ള ഏറ്റവും വലിയ പ്രതിബദ്ധതയായി കാണുന്നു. ഭാവിയിൽ ഏറ്റവും നല്ല കർഷകനായി ആ കുട്ടികളൊക്കെ വളർന്നു വരണം. പുതിയ തലമുറക്ക് അതൊരു പാഠവുമാകണം. അതിനുവേണ്ടി ഇവിടെ നടത്തിയിട്ടുള്ള ഈ പരിപാടി എന്തുകൊണ്ടും പ്രശംസനീയമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ചിങ്ങം 1 ഓണത്തിന്റെ തുടക്കം കൂടി ഇത് ഒട്ടിയിട്ട് വീണു. ചിത്തിര പൂക്കളമാണോ മുറ്റത്ത് ചിത്തിര പൂക്കളമാണോ? ഓണത്തിന് പ്രാരംഭം ഇന്ന് വയ്ക്കുകയാണ്. ഇനിയുള്ള നാളുകൾ വിഭവസമൃദ്ധമായ സദ്യകളുമായി അതുപോലെ തന്നെ മാവേലി തമ്പുരാനെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ഒപ്പുകെട്ടലുമായി നമ്മുടെ നാട് കേരളം ഒന്നാകെ കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ കേരളത്തിലെ അങ്ങേറ്റമായ പാഠശാല വരെ കേരളം മൊത്തം കേരളീയർ എവിടെയൊക്കെ അധിവസിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം ഈ ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള അതിന്റെ പ്രചണ്ഡ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അഡ്വാൻസായി എല്ലാവർക്കും ഓണം ആശംസകൾ നേരുന്നു. കർഷകരെ ಒಬ್ಬ ಕೃಷಿಕಾರನ ಹೇಳಿದ್ರೆ ಅವನಿಗೆ ಯಾವುದೇ ಆಫೀಸಿಗೆ ಹೋದರೆ ಅವನಿಗೆ ಮರ್ಯಾದೆ ಇಲ್ಲ. ಕೃಷಿಕಾರನ ಹೇಳಿದ್ರೆ ಅವನನ್ನು ಕೇಳುವುದಿಲ್ಲ, ಕೃಷಿಕರನ್ನು ಗೌರವಿಸುವುದಿಲ್ಲ. ಆ ಕಾಲಘಟ್ಟದಲ್ಲಿ ಕೇರಳ ಸರ್ಕಾರ ಒಂದು ಹೊಸ ನಿಯಮವನ್ನ ಹೊಸ ಕಾರ್ಯಕ್ರಮವನ್ನು ಜಾರಿಗೆ ತಂದರು. ಕೃಷಿಕರಿಗೆ ಎಲ್ಲಿ ಹೋದರೂ ಗೌರವ ಸಿಗಬೇಕು, ಕೃಷಿಕರಿಗೆ ಆದರ ಸಿಗಬೇಕು, ಕೃಷಿಕರಿಗೆ ಮರ್ಯಾದೆ ಸಿಗಬೇಕು. ಆ ಉದ್ದೇಶದಿಂದ ದೇಶವ್ಯಾಪಿ ಡಿಸೆಂಬರ್ 23 ಫಾರ್ಮಸ್ ಅವಾಗ ಕೇರಳದ ನಾವು ಇಂಚ ಭತ್ತದ ಪಡೆದು ನಮ್ಮ ಗುರುಗಳನ್ನ ಮಂಜುನಾಥ ಪಡೆಯಲು ಅಂಚನೆ ಕೃಷಿ ಮಾತುಗಳನ್ನು ಕೇಳಿಕೊಂಡು ಭಾರತ ಕೂಡ ಮಾಡಿದ್ರು. ಆಡ ಈ ದೇಶ ಕೃಷಿ ವ್ಯವಸ್ಥೆಗೆ ನಮ್ಮ ಮುಖ್ಯವಾಗಿ ನಮ್ಮ ಈ ಪ್ರದೇಶದ ಒಂಚೂರು ಕಮ್ಮಿ ಆಗ್ಲಕ್ಕರೆ ಉಂಟು. ಕೇರಳ ಕಮ್ಮಿ ಆಗ್ಲಕ್ಕರೆ ಉಪ್ಪುನಂಚಿನ ವ್ಯವಸ್ಥೆ ಮಾತರೆಗಳ ಗೊತ್ತುಂಟು. ಕೇರಳ ಕುಕ್ಕನಾಡು ವೆಂಬನಾಡು ಇಂಚಿನ ಕೂಡ ಪ್ರದೇಶ ಈ ಕೃಷಿಗಳು ಕಮ್ಮಿ ಆಗ್ತದೆ. ನಮ್ಮ ಉತ್ತರ ಭಾರತ, ಉತ್ತರ ಕರ್ನಾಟಕ, ತಮಿಳುನಾಡು ವಿಭಾಗಗಳು ಕೂಡ ಇತರ ಕೃಷಿ ಖಾತೆ ಮಾತ್ರ ಉಂಟು. ಅಂಚಾದ್ರೆ ನಮ್ಮ ಈ ಪ್ರದೇಶ ಕೃಷಿಗೆ ಪ್ರೋತ್ಸಾಹ ಕೊಡಬಹುದು. ಕೃಷಿ ಇಲಾಖೆ ಗ್ರಾಮ ಪಂಚಾಯತ್ ಕಡೆ ಎಡೆ ರೀತಿಯ ಸನ್ಮಾನ ಮಾಡುವುದು ಪ್ರೋತ್ಸಾಹ ಕೊಡುವುದಿಲ್ಲ. ಅದಕ್ಕೆ ನಮ್ಮ ಮುಲ್ಪದ ಕೃಷಿ ಇಲಾಖೆಗಳ ಪಂಚಾಯತ್ ಸಮಿತಿಗಳ ಚಿರಋಣಿಯಾದ ಕೊಡು ಕೃಷಿ ನಾನು ಮುಂದುವರಿಸಿಕೊಳ್ಳುವಾಗ ಈ ದೇಶದ ಸೂಕ್ತ ಪ್ರಧಾನಮಂತ್ರಿ ಈ ದೇಶದ ವೈಜ್ಞಾನಿಕವನ್ನು ಬೆಳೆಸುವುದು ಹೋಯಿನ ವಿಶೇಷ ವರ್ಷಗಳನ್ನು ಸನ್ಮಾನಿಸುವ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷರಾದಂಥ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರಾದಂಥ ಪಿ.ರಾಜರವರು, ಈ ಕಾರ್ಯಕ್ರಮ ಉದ್ಘಾಟಿಸಿದ ಮಂಜೇಶ್ವರ ಶಾಸಕರಾದ ಕೆ.ಕೆ. ನರಸಿಂಹರವರು, ವೇದಿಕೆಯಲ್ಲಿ ಹಾಸನರಾದಂಥ ಎಲ್ಲ ಜನಪ್ರತಿನಿಧಿಗಳು ಸೇರಿರುವಂಥ ಎಲ್ಲ ಕೃಷಿಕರು, ಕೃಷಿಕ ಬಂಧನ ದೇಶದ ಬೆನ್ನೆಲುಬು ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ.
ಇವಾಗ ಕೃಷಿಕರಿಗೆ ಯಾವುದೋ ಒಂದು ರೀತಿಯಲ್ಲಿ ತೊಂದರೆ ಆಗ್ತಾ ಉಂಟು. ಯಾಕೆಂದರೆ ಈ ವರ್ಷ ಮಳೆ ಇಲ್ಲ, ಕಳೆದ ವರ್ಷ ಮಳೆ ಜಾಸ್ತಿಯಾಗಿ ವಿವಿಧ ರೀತಿಯ ರೋಗಗಳಿಂದಾಗಿ ಕೃಷಿ ನಷ್ಟ ಆಯಿತು. ಈ ಥರದ ಪರಿಸ್ಥಿತಿ ಆಗ್ತಾನೇ ಇದೆ. ಇಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಕಷ್ಟಪಟ್ಟು ದುಡಿಯುವಂತಹ ಕೃಷಿಕರನ್ನು ಗುರುತಿಸಿ ಅವರನ್ನು ಸನ್ಮಾನಿಸಿ ಅವರಿಗೆ ಸ್ಫೂರ್ತಿ ನೀಡುವಂತಹ ಕಾರ್ಯಕ್ರಮವಾಗಿದೆ ಈ ಇಂತಹ ಕಾರ್ಯಕ್ರಮ. ಸರ್ಕಾರದಿಂದ ಸಿಗುವಂತಹ ಸವಲತ್ತುಗಳು ಸರಿಯಾದ ಹಾಗೂ ನಿಜವಾದ ಕೃಷಿಕರಿಗೆ ಸರಿಯಾದ ಸಮಯಕ್ಕೆ ಸಿಗಬೇಕು. ಇವಾಗ ಅಧ್ಯಕ್ಷರು ಹೇಳಿದಾಗೆ ಪಂಚಾಯತ್ನಿಂದ ವಿವಿಧ ಪದ್ಧತಿಗಳಿಗೆ ನಾವು ಹಣವನ್ನು ಮೀಸಲಿಟ್ಟಿದ್ದೇವೆ. ಆದಷ್ಟು ಬೇಗ ಅದರ ಪ್ರತಿಫಲವನ್ನು ಕೃಷಿಕರಿಗೆ ತಲುಪುವಂತೆ ಮಾಡಲು ನಮ್ಮ ಕೃಷಿ ಉಪಯೋಗಸ್ಥರು ಅದಕ್ಕೆ ಹೆಚ್ಚಿನ ಪ್ರಾಧಾನ್ಯತೆ ನೀಡಬೇಕು. ಎಲ್ಲ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭವನ್ನು ಕೊಡುತ್ತಾ ನನ್ನ ಮಾತು ನಿಲ್ಲಿಸಿದೆ. ಆದರಣೀಯ ಈ ಸಭಾಧ್ಯಕ್ಷರೇ, ಉದ್ಘಾಟಕರಾದಂಥ ನಮ್ಮ ಮಂಜೇಶ್ವರ ಮಂಡಲದ MLA ಶ್ರೀ AK ಮಶರಫರವರೇ ಹಾಗೂ ಇಲ್ಲಿ ನೆರೆದಿರುವಂತಹ ಎಲ್ಲ ಜನಪ್ರತಿನಿಧಿಗಳೇ, ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಜನಪ್ರತಿನಿಧಿಗಳೇ ಹಾಗೂ ಕೃಷಿ ಇಲಾಖೆಯ ಎಲ್ಲ ಸಿಬ್ಬಂದಿ ವರ್ಗದವರೇ ಹಾಗೂ ನೆರೆದಿರುವಂತಹ ಎಲ್ಲ ಕೃಷಿಕ ಬಂಧುಗಳೇ, ನಿಮಗೆಲ್ಲರಿಗೂ ನನ್ನ ಆದ್ಯವನ್ನು ಹೇಳೋಣ. ಆದರೆ ಕೇರಳ ಮಲಯಾಳ ಸಂಪ್ರದಾಯ ಪ್ರಕಾರ ಇವತ್ತು ಚಿನ್ನೋದು ಅಂತ ಹೇಳ್ಬೋದು. ಆದರೆ ನಮ್ಮ ಕನ್ನಡದ ಅಥವಾ ತುಳು ಸಂಸ್ಕೃತಿಯಲ್ಲಿ ಬರುವುದಾದರೆ ನಾಗಾರಾಧನೆಯ ನಂತರ ನಾವು ಶ್ರವಣ ತಿಂಗಳನ್ನು ಅಂದರೆ ಈ ಶ್ರವಣ ತಿಂಗಳನ್ನು ನಾವು ಆಚರಿಸುವುದಿಲ್ಲ. ಯಾಕಂದರೆ ನಾಗಾರಾಧನೆ ಈ ಭೂಮಿಯ ಅಧಿದೇವತೆ ಹೇಳೋದು ನಮ್ಮ ವಿಶ್ವಾಸ. ನಾಗಾರಾಧನೆಯ ನಂತರವೇ ನಾವು ಮಿಕ್ಕುಳಿದ ಎಲ್ಲ ಕಾರ್ಯ ಹಬ್ಬ ಹರಿದಿನಗಳಿಗೆ ನಾಂದಿಯಾಗುವಂಥ ಒಂದು ಸನ್ನಿವೇಶ ನಮ್ಮ ಈ ನಾಡಿನಲ್ಲಿ ಕಾಣುವಂಥದ್ದು. ಅದೇ ರೀತಿ ಕೃಷಿಕರನ್ನು ಹೇಳುವುದಾದರೆ ಈಗಾಗಲೇ ಹೇಳಿದಾಗೆ ಕೃಷಿಕರು ದೇಶದ ಬೆನ್ನೆಲುಬು ಎಂಬುದರಲ್ಲಿ ಎರಡು ಮಾತಿಲ್ಲ. ಯಾಕಂದರೆ ನಾವು 3 ಹೊತ್ತು ಉಣ್ಣುವವರು ಅಲ್ಲ, ಆದರೆ ಈಗ ನಾವು ಆಗಾಗ ಉಣ್ಣುವವರು. ಮೊದಲಾದರೆ ನಮ್ಮ ಕೃಷಿಕರು ಉಣ್ಣುವುದಕ್ಕೂ ತಿನ್ನುವುದಕ್ಕೂ ಒಂದು ವ್ಯವಸ್ಥೆ ಇತ್ತು. ಏನಂತ ಹೇಳಿದರೆ ಬೆಳಗ್ಗೆ ಮುಂಜಾನೆ ಎದ್ದು ತನ್ನ ಎಲ್ಲ ಪ್ರಾಥಮಿಕ ಕಾರ್ಯಗಳನ್ನು ಮುಗಿಸಿ ರಾತ್ರಿ ಉಳಿದಂತಹ ಒಂದು ಅನ್ನ ತಂಗಳನ್ನ ಅಂತ ಹೇಳ್ತಾರೆ, ಆ ಅನ್ನವನ್ನು ಸೇವಿಸಿಕೊಂಡು ತಾನು ಬಲಿಷ್ಠವಾದ ತನ್ನ ಮೈಕಟ್ಟನ್ನು ಕಟ್ಟಿಕೊಂಡು ಗದ್ದೆಗೆ ಇಳಿದು ಅವನು ಉಳಿತಾ ಇರ್ತಾನೆ. ಅದೇ ರೀತಿ ಆಮೇಲೆ ಅವನು ಉಪಹಾರ ಹೇಳೋದು ಯಾವಾಗ ಮಧ್ಯಾಹ್ನ. ಆ ಮಧ್ಯಾಹ್ನದ ಭೋಜನ ಅಂತ ಹೇಳೋದು ಅದು ನಾವು ಇವತ್ತು ಅವರು ಒಪ್ಪತ್ತಿನ ಭೋಜನವನ್ನು ಮಾಡುವುದಾದರೆ ನಾವು ಇವತ್ತು 10 ಮಂದಿಗೆ ಉಣ್ಣಬಹುದು. ಅಂತಹ ಭೋಜನವನ್ನು ಅವರು ಸ್ವೀಕರಿಸ್ತಾ ಇದ್ದೇವೆ. ನಾವು ಅಹೋರಾತ್ರಿ ಎಷ್ಟೋ ಸಮಯ ನಾವು ವ್ಯರ್ಥ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಯಾಕೆಂದರೆ ಮೀಡಿಯಾವಾಗಲಿ ಅಥವಾ ಮೊಬೈಲ್ ಆಗಲಿ ಇದನ್ನು ನೋಡುತ್ತಾ ನಾವು ನಮ್ಮ ಕಾಲ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಎಡೆ ರೀತಿ ಮಾಡಿಕೊಂಡು ಭಾರತ ದೇಶವು ಕೃಷಿಗೆ ಅತ್ಯುನ್ನತ ಸ್ಥಾನಗಳು ಕೃಷಿ ಪ್ರಧಾನವಾದ ದೇಶವಾದ ಬರುವುದು ಪಡೆದ ಎನ್ನುವ ಜೈ ಹಿಂದ್ ಜೈ ಕಿಸಾನ್. ഈ കാസർഗോഡ് ബ്ലോക്കിലെ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ നമ്മളിവിടെ ഏറെ കൂടി കൃഷി ചെയ്യുന്നത് എൻ്റെ അറിവിൽ അടയ്ക്കയും തെങ്ങുമാണ്, തെങ്ങ് കൃഷിയാണ്. അപ്പം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കേരളത്തിൽ 30-ലധികം നമ്മളുണ്ടായിരുന്ന നെൽകൃഷിയാണെങ്കിൽ ഇപ്പം ചുരുങ്ങി അത് വളരെയധികം ഇല്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളൊക്കെ കണ്ടുവരുന്നത്. അപ്പം നമ്മുടെ കുമ്പള അല്ലെങ്കിൽ ഈ പ്രാദേശിക നിയോജകമണ്ഡലം പൊതുവായിട്ട് തെക്കൻ ഭാഗങ്ങളിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ജലത്തിൻ്റെ ദൗർലഭ്യം എന്നുള്ളതാണ്. ജലത്തിൻ്റെ കുറവും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിനുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മുടെ മണ്ണിൻ്റെ ഫലസമൃദ്ധിയെ അത് ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ്. ഇതൊരു വലിയൊരു കർഷക സുഹൃത്തുക്കൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് എന്നാണ് നമ്മളിപ്പം കണ്ടുവരുന്നത്. ഇപ്പം പിന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനമുണ്ട്. മഴയുടെ തന്നെ സാധാരണയുള്ള കാലഘട്ടം മാറുകയും മഴ പോകുന്ന രീതിയിൽ പെയ്യുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പല സാഹചര്യങ്ങളിലും കൃഷി നാശം ദുരിതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടായി. അപ്പോൾ
തിരിച്ചു പറയാനുള്ള പോലുള്ള സ്ഥലങ്ങളിൽ ഒരു തോന്നുമായിരുന്നു. അതായത് ഉണ്ടായിരുന്ന ഒപ്പം അല്ലെങ്കിൽ നാളികേര സംബന്ധമായിട്ടുള്ള വസ്തുക്കൾ മാനവികരോട് ലേഖനം ചെയ്യുകയും അതിനെ അരി ചെയ്യുകയും എന്നൊക്കെ ചരിത്ര രേഖകളിൽ പറയുന്നത്. അപ്പോഴും ഇതിന് കാർഷിക പാരമ്പര്യമുള്ള സ്ഥലമാണ് നമ്മുടെ എന്ന് പറയുന്നത്. ഇത് ഒരുപാടാണ്. ഇന്ത്യ തന്നെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ തന്നെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒരിടമാണ് നമ്മുടെ കുമ്പ അല്ലെങ്കിൽ കാസർഗോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇത്രയധികം മഴ ലഭിക്കുമെങ്കിൽ നമ്മൾ ഉണക്കകാലം നമ്മൾ വൻ വരൾച്ചയും ജലദൗർലഭ്യവും നമ്മൾ അഭിമുഖീകരിക്കുന്നു. ഈ പ്രതിസന്ധിക്ക് നമ്മൾ ഒറ്റക്കെട്ടായി തരണം ചെയ്യുകയും അതിന് നല്ല നല്ല കോമഡികൾ രൂപീകരിക്കാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കർഷകരുടെ ഔപചാരിക പരിപാടിയാണ് അവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. കൂടുതലൊന്നും പറയാതെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് 1202 കുമ്പള ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവനി സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തിയ ഈ കർഷക ദിനാഘോഷവും കർഷകരെ ആദരിക്കലും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ക്ലാസും ഇതിനെ അധ്യക്ഷത വഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ VP അബ്ദുൽ ഖാദർ അവർക്ക് നമ്മുടെ ഈ യോഗത്തിന് ഞാൻ കൃത്യമായ നന്ദി അറിയിച്ചു. കൂടാതെ നമ്മുടെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് വേണ്ടി ധന്യമാക്കിയ മഞ്ചേശ്വരം MLA കൂടിയായ ശ്രീ ADM അഷ്റഫ് സർ അവർക്കും ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിച്ചു. കൂടാതെ ഇവിടെ ആശംസകൾ അറിയിച്ച് സംസാരിച്ച ശ്രീ വർഗീസ് വൈസ് പ്രസിഡന്റ് കുമ്പള ഗ്രാമപഞ്ചായത്ത്, ശ്രീ അസീസ് കളക്ടർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ അശോക് കാർലെ, ചെയർമാൻ ബിസിനസ് ആൻഡ് കമ്മിറ്റി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീ KK ഹാരിസ്, ചെയർമാൻ ബിസിനസ് ആൻഡ് കമ്മിറ്റി കുമ്പള ഗ്രാമപഞ്ചായത്ത്, ಕಟ್ಟಿದ ಬಡವನೆದೆಯ ಗುಡಿಯಲ್ಲಿರುವೆ ನಾನು, ಬೆಳೆಯ ನಡುವೆ ರೈತ ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ ಜಗಳ, ಇದು ಕೆಲಸವು ಬಹಳ, ನನ್ನ ಒಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗವು ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಳಿಯ ಕಟ್ಟಿದ ಬಡವನೆದೆಯ ಗುಡಿಯಲ್ಲಿರುವೆ ನಾನು, ಬೆಳೆಯ ನಡುವೆ ರೈತ ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ ಜಗಳ, ಇದು ಕೆಲಸವು ಬಹಳ, ನನ್ನ ಒಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗವು ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀಡಿಯ ಕಟ್ಟಿದ ಬಡವನೆದೆಯ ಗುಡಿಯಲ್ಲಿರುವೆ ನಾನು, ಬೆಳೆಯ ನಡುವೆ ರೈತ ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ ಜಗಳ, ಇದು ಕೆಲಸವು ಬಹಳ, ನನ್ನ ಒಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗವು ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಕಟ್ಟಿದ ಬಡವನೆದೆಯ ಗುಡಿಯಲ್ಲಿರುವೆ ನಾನು, ಬೆಳೆಯ ನಡುವೆ ರೈತ ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ ಜಗಳ, ಇದು ಕೆಲಸವು ಬಹಳ, ನನ್ನ ಒಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗವು
ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀ ಕಟ್ಟಿದ ಬಡವನೆನೆಯ ಗುಡಿಯಲ್ಲಿರುವೆ ನಾನು ಬೆಳೆಯ ನಡುವೆ ರೈತ ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು ശ്രീ രവി പൂജാരി, ശ്രീ സുജിത് റായ്, ശ്രീ അഹമ്മദ് ಫಲವಿಲ್ಲದೆ ಛಲದ ಒಡೆಯ ನೀನು ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು ಬಿಡು ಮತಗಳ ಜಗಳ ಇದು ಕೆಲಸವು ಬಹಳ ನನ್ನ ಹೋಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗ ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮ ಕಟ್ಟಿದ ಬಡವನೆಯ ಗುಡಿಯಲ್ಲಿರುವೆ ನಾನು ಬೆಳೆಯ ನಡುವೆ ರೈತ ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು ಕೆಲಸ ನಿನಗೆ ಫಲವು ನಿನಗೆ ಛಲದ ಒಡೆಯ ನೀನು ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು ಬಿಡು ಮತಗಳ ಜಗಳ ಇದು ಕೆಲಸವು ಬಹಳ ನನ್ನ ಹೋಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗವು ಕೆಲಸ ನಿನಗೆ ಫಲವು ನಿನಗೆ ಛಲದ ಒಡೆಯ ನೀನು ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು ಬಿಡು ಮತಗಳ ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.